ഭക്തർക്ക് അനുഗ്രഹ വർഷമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുഷ്പരഥോത്സവം നടന്നു. മലയാളികളടക്കം ഭക്തസഹസ്രങ്ങളാണ് ഈ പുണ്യ നിമിഷത്തിന് സാക്ഷിയാകാൻ അമ്മയുടെ മുന്നിലേക്ക് എത്തിയത്. മഹാനവമി ദിവസം വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നാളെ പുലർച്ചെ 3 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. അതിലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു നീണ്ട നിര തന്നെയാണ് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെടുന്നത്. മണിക്കൂറുകൾ ഇങ്ങനെ വരി നിന്നാൽ മാത്രമാണ് അമ്മയെ ഒന്ന് ദർശിക്കാൻ കഴിയുക. കഴിഞ്ഞ വർഷത്തിലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പുലർച്ചെ മുതൽ ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും മലയാളികളടക്കം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന സഞ്ചയമാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ പുലർച്ചെ 3 മണിക്കാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു നിമിഷം ഈ ഒരു മണ്ണിൽ നിൽക്കുക എന്നതാണ് എല്ലാ ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ആ ഒരു പുഷ്പരഥോത്സവം കാണുക, അതോടൊപ്പം തന്നെ ഈ ഒരു നിമിഷം നവരാത്രി ദിവസം ഈ ക്ഷേത്ര സന്നിധിയിൽ നിൽക്കുക, അതൊരു മഹാഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഭഗവതിയുടെ മണ്ണിൽ നിൽക്കാൻ ഈ ദിവസം, ഈ 10 ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മഹാനവമി ദിവസം ഇന്നത്തെ രഥോത്സവത്തിൽ പങ്കുചേരുക, കാലാവസ്ഥയൊക്കെ മഴയൊക്കെ അവഗണിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഭക്തരോടൊപ്പം അമ്മയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഈ സന്നിധിയിൽ അല്പനേരം ഇരിക്കാൻ കഴിയുന്നതിനൊരു മഹാഭാഗ്യമാണ്. മനസ്സിൻ്റെ മുഴുവൻ സങ്കടങ്ങളും അമ്മയുടെ കാൽക്കൽ അർപ്പിക്കാനായിട്ട് കിട്ടുന്ന ഒരവസരം. അത് ഈ നവമി ദിവസം തന്നെ അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ വിജയം കൊയ്ത ആ ദശമിയിലും വിദ്യാരംഭം കുരുന്നുകൾ കുറിക്കുന്ന ഈ പുണ്യ സന്നിധിയിൽ എത്തിച്ചേരാൻ അമ്മയുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരാൻ പറ്റൂ എന്ന് പറയുന്നത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അത് വളരെ ഒരു 20-28 വർഷത്തിന് മുമ്പാണ് ആദ്യമായിട്ട് അമ്മയുടെ സന്നിധിയിൽ എത്തുന്നത്. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു നിമിത്തം ഭഗവതിയുടെ സന്നിധിയിൽ എത്താൻ സാധിക്കുന്നുണ്ട്. അത് ഒരു വലിയ, ഇന്ന് ഈ വർഷങ്ങൾക്ക് ശേഷമാണ് വിജയദശമി മഹാനവമി ദിവസത്തെ രഥോത്സവം കാണാനായിട്ട്. ഇന്ന് പകലായിരുന്നു രഥോത്സവം. അതിലൊന്ന് സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റിയതൊരു സുഹൃതമായിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഹാനവമി ദിവസം ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. വലിയ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. അതുതന്നെയാണ് ഈ ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും പറയുന്നത്. ഈ ഒരു നിമിഷം ഈ ഒരു മണ്ണിൽ എത്താൻ കഴിയുക എന്നത് അതൊരു വലിയ ഭാഗ്യമായി തന്നെയാണ് കാണുന്നത്. എന്തായാലും ആ ഒരു ചടങ്ങുകൾക്കൊക്കെ തന്നെ സാക്ഷിയായി നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നത് വിദ്യാരംഭം തന്നെയാണ്. വിദ്യാരംഭ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. പുലർച്ചെ 3 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയും നാളെയും സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരിക്കും ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാകുക എന്നാണ് കരുതുന്നത്. അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്.